അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് ചേരുകയാണ്. ശ്രീ ദീപക് പ്രകാശ്, നോക്കൂ, ഇവിടെ ഇത് നിയമമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാരിന് അത് നടപ്പാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഇതിൽ നിന്ന് പുറത്തു വരാൻ, അല്ലെങ്കിൽ ഇത് നടപ്പാക്കാതെ ഇരിക്കാൻ എന്തൊക്കെ വഴികളുണ്ടാകും സർക്കാരിന്റെ മുന്നിൽ? ഒരു നിയമം എന്ന രീതിയിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിന് സർക്കാരിന് എന്തെങ്കിലും നമ്മളൊരു പ്രൈവറ്റ് വ്യക്തി ചെയ്യുന്നത് പോലെ ഒഴിഞ്ഞു മാറൽ നടക്കില്ലല്ലോ. കാരണം ഒരു കാര്യകാരണങ്ങളില്ലാതെ മാറുന്നതിനും കഴിയില്ല. പിന്നെ ഇപ്പോ കൽക്കട്ട ഹൈക്കോടതി വിധി ശ്രദ്ധിച്ചു കാണും. ഇനി ഇതുപോലുള്ള വന്ദേ മാതരം ആലപിക്കുന്നതുകൊണ്ട് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇവൻ മുസ്ലിം സ്കൂളുകളാണെങ്കിൽ പോലും എന്നാണ് ആ കോടതിയുടെ ഒരു നിരീക്ഷണം. അപ്പോൾ ഓരോ ജഡ്ജിമാർക്കും ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു കാര്യത്തില് ഏതെങ്കിലും വിശ്വാസത്തെ ലംഘിക്കുന്നുണ്ടോ, ഏതെങ്കിലും വിശ്വാസത്തിനെതിരാണോ ഈ കാര്യങ്ങളെല്ലാം അതാത് വ്യക്തിയാണ്. എനിക്ക് ഏത് വിശ്വാസമാണ്, എന്താണ് ഞാൻ ചൊല്ലേണ്ടത്, എന്താണ് ഞാൻ പറയേണ്ടത്, ഒരു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുന്നതില് ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളത് അയാളുടെ പ്രൈവസിക്കും അയാളുടെ റൈറ്റ് ടു ലൈഫിനും എതിരാണെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം അത് ചെയ്യണോ ചെയ്യണ്ടേ എന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് നിയമപ്രകാരം ഉള്ള ഒരു ഉത്തരവാദിത്വം. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ഒരാൾ MLA സ്ഥാനം ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ചില പ്രതിജ്ഞ ചെല്ലണം, കാര്യങ്ങൾ ഒപ്പിടണം. അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അത്രത്തോളം പ്രാധാന്യമില്ലാത്ത, അല്ലാതെ ഇതൊരു ആചാരമോ ഒരു അനുഷ്ഠാനമോ ഒരു നടപടി ഒരു സാധാരണ ഒരു പ്രോഗ്രാമായി പോകുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള എന്താണ് ചൊല്ലേണ്ടത്, വന്ദേ മാതരമാണോ അതോ ജയ് ഭാരത് മാതാ കി ജയ് ആണോ അതല്ല ജയ് ഹിന്ദാണോ, എന്താണ് വിളിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് ആ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ദേശീയ ഗാനത്തിന് തത്തുല്യമായ പരിരക്ഷയും സംരക്ഷണവുമാണല്ലോ ഇപ്പോൾ വന്ദേ മാതരത്തിനും ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്കത് മുഴുവൻ ആലപിക്കേണ്ട ഒരു സ്ഥിതിയല്ലേ വന്നു ചേർന്നിട്ടുള്ളത്? തീർച്ചയായും അതാണ്. ആ സ്ഥിതിയാണ്. ആ ഉത്തരവൊന്ന് എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇത് മാൻഡേറ്ററി ആണോ എന്ന കാര്യങ്ങൾ നോക്കണം. അതിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എന്താണ്. ഇപ്പോൾ ഞങ്ങൾ സാധാരണ നിയമത്തിൽ ഷാൽ എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ മേ എന്നാണോ ഷാൽ എന്നാണ് ഞങ്ങൾ നോക്കാറുള്ളത്. അത് മേ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് നിർബന്ധം ഇല്ല. അതല്ല, അത് ഷാൽ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അത് ഒരു ഗവൺമെന്റ് സ്ഥാപനം അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് സഹായം ചെയ്യുന്ന സ്ഥാപനങ്ങൾ അത് ഫോളോ ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് നിയമപ്രകാരം ചെയ്യാൻ പറ്റുന്നത്. അത് ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു കോടതി ഉത്തരവ് വാങ്ങുന്നത് വരെ ഇത് നമ്മൾ പാലിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്തായാലും ഇതുമായി മുന്നോട്ട് പോകേണ്ടി വരും സംസ്ഥാന സർക്കാരിന്. പക്ഷേ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ സർക്കാരിന് എടുക്കാം. നേരത്തെ പൗരത്വ ഭേദഗതി നിയമമൊക്കെ അത് നടപ്പാകില്ല എന്ന തരത്തിലുള്ള ഒരു ഉറച്ച നിലപാട് സർക്കാർ എടുത്തിരുന്നു. സമാനമായ രീതിയിലൊരു നിലപാടിലേക്ക് UDF സർക്കാർ കടക്കുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും വരുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഓഗസ്റ്റ് 15-ന് വന്ദേ മാതരം നിർബന്ധമായും ആലപിക്കണം എന്ന ഉത്തരവാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇറക്കിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.